Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Prayer ആരാ ചെയ്യുന്നേ? Prayer. പ്രയറിന് ആളില്ലേ ഇവിടെ? പ്രയർ ആരാ ചെയ്യുന്നേ? ഒരാള് ചെയ്യൂട്ടോ. റീന സന്ദീപ് ചെയ്യാവോ? പ്രയർ ചെയ്യാവോ? അയ്യോ മിസ്സേ, ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ സാരില്ല. ആരില്ലേ അപ്പൊ? എന്താണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രയർ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമല്ലേ നമ്മുടെ ക്ലാസ്സില്? മിസ്, ഞാൻ പ്രയർച്ചില്ല. ഓക്കെ. Thank you for this beautiful day, for my family and the fun we play, plus my friends and those in need. Help us all to grow and succeed. Guide me with wisdom and light, to be kind, do what is right. I pray for those who feel alone. Thank you. തോട്ട് ഓഫ് ദി ഡേ ആണെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും തോട്ട് ഷെയർ ചെയ്യാനുണ്ടോ നമുക്ക്? Okay, I'll do. Gamush Anil, I welcome Ashwati teacher and all my colleagues to this class. Today's thought for the day is, the subject, today's thought is, confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. Okay, thank you. ഓക്കെ, നമുക്ക് നാളെ ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മള് എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? ആങ്കറൊക്കെ പറഞ്ഞല്ലോ, ദേഷ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞോ? ഫിയർ പറഞ്ഞു, ആങ്കറിനെ കുറിച്ചൊന്ന് വായിച്ചു, സ്റ്റുഡൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. മിസ് അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല അല്ലെ? ഓക്കെ, ഞാൻ പറയാം. നമ്മള് കുഞ്ഞുങ്ങളുടെ ബേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും. അതായത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങള്. ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ, ആങ്കർ ആണല്ലോ പറയുന്നത്, സോറി, ദേഷ്യമാണല്ലോ പറയുന്നത്, ഭയമല്ലല്ലോ. സോറി കേട്ടോ, ദേഷ്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോ എന്താ പറയാ, നമുക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. എന്തൊക്കെ കേസിൽ അവർക്ക് ദേഷ്യം ഉണ്ടാകാം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടോ? ഉറക്കമൊക്കെ ശരിയായില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ഉറക്കമൊക്കെ ശരിയായില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം ഉണ്ടാവും അല്ലെ? ഓക്കെ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫില് ഈ ആങ്കർ ഉണ്ടാക്കുന്നതിന് ധാരാളം സാഹചര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ധാരാളം കാര്യങ്ങൾ കൊണ്ട് ദേഷ്യം ഉണ്ടാകാം. അവയിൽ ചിലത് ഞാനിപ്പോ പറയാം, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആഗ്രഹങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കാതിരിക്കുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നത് ഒക്കെ എന്താണ്, ആങ്കറിന് കാരണമാകാറുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ കളിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, ഡെയിലി മൊബൈൽ ഫോൺ കളിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നമ്മളത് കൊടുത്തില്ല എങ്കിൽ അവന്റെ ഇൻട്രസ്റ്റിനെ അവിടെ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്, അവന്റെ താല്പര്യത്തെ അവിടെ നമ്മൾ നിഷേധിക്കുക ചെയ്യുന്നത്. അപ്പൊ അവനെ ദേഷ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലല്ലേ? ആണോ? അതെ. അതുപോലെ തന്നെ അവനെ കൊണ്ട് അവന്റെ സ്കില്ലിന് അപ്പുറത്തുള്ള അല്ലെങ്കിൽ അവന്റെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അതായത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതും കുട്ടിക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നാണ്.
പിന്നെ അതുപോലെ തന്നെ ചില ജോലികൾ ചെയ്യിപ്പിക്കുക. കുട്ടികൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നമ്മളത് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുന്നത് കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലെസൺസ്, പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കുന്നതിൽ, ഇവിടെ ഇപ്പൊ എക്സാം ആണ്, എക്സാമിന്റെ ഒക്കെ സമയമാണല്ലോ ഇപ്പൊ, അപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എക്സാമിന് പഠിക്കാനായിട്ട് കുട്ടിക്ക് ചിലപ്പോൾ കൂടുതൽ ദിവസങ്ങളിലൊക്കെ സ്റ്റഡി ലീവ് കൊടുത്തിട്ടുണ്ടാവും പഠിക്കാനുള്ള. അപ്പൊ ആ സമയത്ത് കുട്ടിയോട് ഏത് സമയവും നമ്മൾ പഠിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് കുട്ടിക്ക് എന്ത് വരും? ദേഷ്യം വരും. എക്സാം ആണെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ടി വി കാണിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറച്ചു നേരം മൊബൈൽ കൊടുക്കുകയോ മറ്റു കളികളിലൊന്നും ഏർപ്പെടുത്താതെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെസൺസ് തന്നെ പഠിക്കാനായിട്ട് ഈ പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പലിപ്പിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യാറുണ്ട്? കുട്ടികളെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇന്ററാക്ട് ചെയ്യുക, അതായത് എപ്പോഴും കുട്ടികളോട് ദേഷ്യപ്പെടുക. പാരന്റ്സ് എന്ന രീതിയിൽ എപ്പോഴും നമ്മുടേതായിട്ടുള്ള ചിട്ടയിൽ കൊണ്ടുവരാനായിട്ട് കുട്ടികളോട് ചെയ്യിപ്പിക്കുക. അതായത് നമ്മളിപ്പോ നയിക്കുന്ന ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആണെങ്കിൽ ആ ഒരു കാര്യം തന്നെ ഫോളോ ചെയ്ത് വളരെ ഒരു പട്ടാള ചിട്ടയിലേക്ക് കുട്ടികളെ വളർത്തുന്ന ചില പാരന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരോട് ഒരു ദേഷ്യമാണ് ഉണ്ടാവുക. റെസ്പെക്റ്റിന് പകരം കൂടുതൽ ദേഷ്യമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങള് എക്സാമ്പിൾ പറയാം വേണമെങ്കിൽ നമുക്ക് പട്ടാള ചിട്ട എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പത്തെ ക്ലാസ്സിൽ, സ്ഫടികം എന്ന് പറയുന്ന സിനിമയില് തിലകന്റെ റോള് ചെയ്യുന്ന തിലകൻ ചെയ്യുന്ന റോൾ ഉണ്ടല്ലോ, കണക്ക് മാഷിന്റെ റോളാണ് അല്ലെ. മകനായിട്ട് ആരാണ് അഭിനയിക്കുന്നതിനകത്ത്? മോഹൻലാല്. അവിടെ എന്താണ് ചെയ്യിക്കുന്നത് കുട്ടിയെ കൊണ്ട്? അല്ലെങ്കിൽ ലാലേട്ടനോടെ ചെറുപ്പത്തിലുള്ള ക്യാരക്ടറിന് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്? മാത്സ് പഠിക്കാനായിട്ട് നിർബന്ധിക്കുക കുട്ടിക്ക്. മാത്സ് പഠിക്കാനായിട്ട് കുറച്ച് പുറകോട്ടാണ്, പക്ഷെ മറ്റൊരു രീതിയിൽ ആ കുട്ടിക്ക് അച്ചീവ്മെന്റ് ഉണ്ട് അല്ലെ. അതായത് വേറെ ചില കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് അതിനകത്ത് പറയുന്നുണ്ട് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും അവിടെ ആ അച്ഛന്റെ റോള് ചെയ്യുന്ന ആള് വാല്യൂ കൊടുക്കുന്നില്ല അല്ലെ. എപ്പോഴും എപ്പോഴും മാത്സ് ആണ് ഈ പ്രപഞ്ചത്തിന് ആധാരം, അല്ലെങ്കിൽ മാത്സ് ഉണ്ടെങ്കിലേ ജീവിതം ഉള്ളൂ എന്നുള്ള രീതിയിൽ എപ്പോഴും പഠിക്കാനാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ അവിടെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യാണ്? എന്താണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നേ? ഏത് സമയം കമ്പൽ ചെയ്തപ്പോ എന്താ ചെയ്തേ ആ കുട്ടി? നാട് വിട്ടു പോകുന്നില്ലേ ചെയ്തേ? നാട് വിട്ടു പോകുന്നു, ദെൻ തിരിച്ചു വരുന്നു, ദേഷ്യമാണ് ഉണ്ടാവുക അല്ലെ. എപ്പോഴും എന്താണ്? ആ ഒരു ക്യാരക്ടറിനോട് ദേഷ്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായാലും കുട്ടികളെ നമ്മൾ കമ്പലേൽപ്പിക്കുന്നത് അത് അവർക്ക് ദേഷ്യം വരുത്താനുള്ള സാഹചര്യം കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ പാരന്റ്സിന്റെ ആയാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ചില എന്താ പറയാ കുട്ടികളോട് റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുന്നത് മൂലം, അവര് ചിലപ്പോൾ കളിയാക്കുന്നതൊക്കെ മൂലം, ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിലൊക്കെ എന്താണ് കുട്ടികളെ കളിയാക്കാറുണ്ട്. ഈ കളിയാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടികൾക്ക് എന്തുണ്ടാവാറുണ്ട്? അവർക്ക് ദേഷ്യം വരാനുള്ള സാഹചര്യം വന്ന് കാണാറുണ്ട്. ഓക്കെ, ഇപ്പൊ മാക്സിമം കളിയാക്കലുകളൊക്കെ ഒഴിവാക്കുക. നിങ്ങളിപ്പോ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? കളിയാക്കാനായിട്ട് ശ്രമിക്കരുത്. പണ്ടത്തെ ടീച്ചേഴ്സിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇപ്പോ ബാക്ക്വേർഡ് നിൽക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കളിയാക്കുമായിരുന്നു. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് അവിടെ ദേഷ്യം വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ അവരുടെ ആത്മാഭിമാനം ഉണ്ടല്ലോ, അവരുടെ കോൺഫിഡൻസിനെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, അവരെ ഞാൻ പറഞ്ഞു നേരത്തെ കളിയാക്കുന്നത് പോലുള്ള കാര്യങ്ങൾ, അവരെ പരിഹസിക്കുകയോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും? ദേഷ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവര് ക്ഷീണിതരായിട്ടിരിക്കുകയാണ്, ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുകയാണ്, പിന്നെ ഭയങ്കര എന്താ പറയാ വിശപ്പ് അനുഭവപ്പെടുകയാണ് കുട്ടികൾക്ക്. ഈ സമയത്തൊക്കെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും? ദേഷ്യം വരും. ഇപ്പൊ കുട്ടി 4 മണി കഴിഞ്ഞ് വീട്ടിൽ വരികയാണ്, കുട്ടിക്ക് ചായ കൊടുക്കുന്നില്ല, കുട്ടിക്ക് ആ സമയത്ത് സ്നാക്സ് കൊടുക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? കുട്ടിക്ക് ദേഷ്യം വരുന്നത് കാണാനായിട്ട് നമുക്ക് ഉണ്ടാവും. അങ്ങനെയുണ്ട്. അതൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടി
നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവനൊന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ഉണ്ടാവുക റെസ്പോൺസ്? ഭയങ്കര ദേഷ്യായിരിക്കുള്ളൂ, എന്തോ പറഞ്ഞാലും വാശി. ഭയങ്കര ദേഷ്യമായിരിക്കുള്ളൂ. അവനെ വിശന്ന് പൊരിഞ്ഞിട്ടാണല്ലോ മക്കള് വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് കഴിക്കാനുള്ളത് എപ്പോഴും കരുതി വെക്കുക കേട്ടോ. ഒരിക്കലും അവരെ പട്ടിണിക്ക് ഇടാനായിട്ട് പാടില്ല. വരുമ്പോഴ് അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആ സമയത്ത് ഭയങ്കര ടയേർഡായിട്ട് പഠിച്ച് ക്ഷീണിച്ചിട്ടൊക്കെയല്ലേ വരുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് വിശന്നിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ കൂടുതൽ ദേഷ്യം നമുക്ക് വന്ന് കാണാറുണ്ട്. അങ്ങനെ പതിവുണ്ട് കണ്ട്. ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയാ, ശ്രദ്ധ, അതായത് ശ്രദ്ധയില്ലാത്തത് മൂലം, അതായത് എന്താ പറയാ, ചില കുട്ടികൾക്ക് ശ്രദ്ധ കൂടുതലായിരിക്കും, കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, ചില കുട്ടികൾക്ക് കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക്, അതായത് ശ്രദ്ധക്കുറവ് മൂലം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും വഴക്ക് പറയുമ്പോഴൊക്കെ കുട്ടികൾക്ക് ധാരാളമായിട്ട് ദേഷ്യം വരാറുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മള് എന്താ പറയാ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്കിടയിൽ അമിതമായിട്ടുള്ള ദേഷ്യം, ഇപ്പൊ നമ്മൾ കണ്ടു റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെ, ഒരു കുട്ടിയെ മറ്റ് കൂട്ടുകാർ ചേർന്ന് അറിയാലോ കൊന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ, നടന്നതൊക്കെ കണ്ടല്ലോ, ന്യൂസിൽ കണ്ടില്ലേ നിങ്ങള്? തലച്ചോറ് പുറത്തു വന്നു കുഞ്ഞിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയുടെ ന്യൂസ് കണ്ടായിരുന്നോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു സമയത്ത് എന്താ പറയാ വരുന്ന ദേഷ്യമാണ് എന്ത് ചെയ്യുക, ഈ ഒരു അറ്റംപ്റ്റിലോട്ടൊക്കെ നയിക്കുക. കുട്ടികളെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ധാരാളം കാര്യങ്ങൾ അവർക്ക് എന്താ പറയാ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ആബ്സെൻസ് കൊണ്ടാണ് നമ്മുടെ നാട്ടില് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ മികച്ച അധ്യാപകരാണെങ്കിൽ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല എഫേർട്ട് എടുക്കുന്ന അധ്യാപകരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കുട്ടികളിൽ ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ദേഷ്യമില്ല ഉണ്ടാവുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതിനകത്ത് ധാരാളം, അതായത് ടീച്ചേഴ്സിനൊക്കെ ധാരാളമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആ രീതിയിൽ വളർന്നു വരുവാണെങ്കിൽ അത് കുട്ടികൾക്ക് പ്രയോജനകരമാവുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ദേഷ്യം കുട്ടികളിൽ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദേഷ്യം ഉണ്ടാക്കുന്ന, കുട്ടികൾക്ക് ആങ്കർ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ആങ്കറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ? ആങ്കറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? അന്ന് പറഞ്ഞില്ലേ മിസ്, മറ്റു സിബ്ലിങ്സിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ദേഷ്യം വരുന്ന കുട്ടികൾ. അതെ, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ സമീറ? ഇല്ല ഇല്ല, അന്ന് കുറെ കുട്ടികൾ പറഞ്ഞായിരുന്നു അല്ലേ? ശരിയാണ്. പിന്നെ എന്തൊക്കെയാണ് ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ? എങ്ങനെ നമുക്കിത് ഒഴിവാക്കാൻ, പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അതിനുള്ള മെഷേഴ്സ്, റെമഡിയൽ മെഷേഴ്സ് നമുക്കൊന്ന് പറയാമോ? ഈ ഒരു ദേഷ്യം കുട്ടികളിൽ അവോയ്ഡ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ നമുക്ക് എന്തൊക്കെ സജസ്റ്റ് ചെയ്യാം? ആസ് എ ടീച്ചർ, നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യുക കുട്ടികളുടെ ദേഷ്യം കുറക്കുന്നതിന് വേണ്ടിയിട്ട്? കുട്ടികളോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. പിന്നെ കൂടുതൽ കമ്പൽ ചെയ്യാതിരിക്കുക, എല്ലാത്തിനും കമ്പൽ ചെയ്യാതിരിക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇഷ്ടമുള്ള ഗെയിംസ് ഒക്കെ നമ്മളൊന്ന് ചെയ്യാൻ, അവർക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാം. ക്ലാസ്സിലൊക്കെ ഒന്ന് ചെയ്യാം. അപ്പൊ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, പിന്നെ മിസ്, എല്ലാവരുടെയും ബ്രെയിൻ ഒന്നുപോലെ ആയിരിക്കുകയില്ല. ചിലര് അവറേജ് ആയിരിക്കും, ചിലര് ബിലോ അവറേജ് ആയിരിക്കും, ചിലര് എബോവ് അവറേജ് ആയിരിക്കും. അപ്പം കഴിവുള്ള കുട്ടികളെ എപ്പോഴും കഴിവില്ലാത്ത കുട്ടികളെ പറഞ്ഞ് കമ്പാരിസൺ ചെയ്യരുത്.
കമ്പാരിസൺ പാടില്ല, ശരിയാണ്. കമ്പാരിസൺ അവർക്കത് ഹാർട്ടാകും. അവരൊത്തിരി വീട്ടിൽ പോയി കാണാതെ പഠിക്കാം. പണ്ടത്തെ സിസ്റ്റമേ കാണാതെ പഠിത്തമല്ലേ, അപ്പം എല്ലാം കാണാതെ പഠിച്ചായിരിക്കും വരുന്നത്. പക്ഷെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പം ടീച്ചർമാര് ചോദിക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ അവരുടെ നെർവസ്നെസ് കൊണ്ട് എല്ലാം അങ്ങ് മറന്നും പോകും. ചില കുട്ടികൾക്ക് നല്ല ഷാർപ്പ് ബ്രെയിനാ, അവർക്ക് നെർവസ്നെസ് ഉണ്ടെങ്കിലും അവര് അത് പറയും. അപ്പൊ അവരെ കമ്പയർ ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, എഴുന്നേപ്പിച്ച് നിർത്തുക, ബാഗ് ചുമന്നുകൊണ്ട് നിർത്തുക, അങ്ങനെ ഒത്തിരി ഇൻസൾട്ട് ടീച്ചേഴ്സും ചെയ്യുന്നുണ്ട്. അതൊക്കെ കുട്ടികളെ കണ്ടമാനം ഡിസ്കറേജ് ആകും. സ്കൂളിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് കരയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതെ. പിന്നീട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാട്ടോ? കുട്ടികളുടെ ദേഷ്യം കുറയ്ക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ SSLC-ക്കൊക്കെ ഫുൾ A+ കിട്ടുന്നുണ്ടല്ലോ. മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കൂടുതൽ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അത് കൂടുതൽ ആത്മഹത്യക്കൊക്കെ കാരണമായിട്ട് തീരുന്നുണ്ട്. ദേഷ്യം മൂലമാണത് അങ്ങനെ ആയിത്തീരുന്നത്. അപ്പൊ അത് കൂടുതലും ശ്രദ്ധിക്കുക, പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും. ഓക്കെ, നെക്സ്റ്റ് വൺ ലവ് ആൻഡ് സെക്യൂരിറ്റി ആണ്. ഉഷ അനിലൊന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സോഷ്യോ ഇമോഷണൽ നീഡ്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ, ലവ് ആൻഡ് സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ്, സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് പറയാമോ? ലവ് ആൻഡ് സെക്യൂരിറ്റി ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഉഷ അനിൽ? ഷാനി കേൾക്കുന്നില്ലേ? മിസ്സേ, നോക്കട്ടെ, ചെയ്യാം. Love and security. These are two main factors which contribute to the healthy growth of the mind. It is necessary for a child to have a feeling of being wanted and required by others, a safe feeling that he or she has a certain place in the family and society, an understanding, patient and friendly attitude on part of the parents, teachers, together with proper guidance whenever required, contributes strongly in developing self-confidence, a positive self-image, emotional security, adjustment in society, and self-control in the child. Okay, miss. There are two main factors which contribute to the healthy growth of the mind. മനസ്സിന്റെ ഹെൽത്തി ഗ്രോത്തിനുള്ള, വളർച്ചയ്ക്കുള്ള രണ്ട് കാര്യങ്ങളാണ് സ്നേഹവും സെക്യൂരിറ്റിയും. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കൊരു സുരക്ഷിതത്വം. ഇറ്റ് ഈസ് നെസസറി ഫോർ എ ചൈൽഡ് ടു ഹാവ് എ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ് ആൻഡ് റിക്വയർഡ് ബൈ അതേഴ്സ്. അവരെ വേണം, അവരല്ലാതെ നമ്മൾ പറയുന്ന പോലെ മുടിയനായ പുത്രന്മാരാ എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കാതെ അവർക്ക് വീട്ടിൽ നിന്നും സ്കൂളിൽ ടീച്ചേഴ്സും അവർക്കൊരു സെക്യൂരിറ്റി, സംരക്ഷണവും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കണം. A safe feeling she or he has a certain place in the family and society. സൊസൈറ്റിയിലും ഫാമിലിയിലും അവർക്കൊരു സ്ഥാനമുണ്ട്, അവരൊരു സംബടിയാണ് എന്ന് നമ്മൾ കരുതണം. അല്ല അവരെപ്പോഴും നിങ്ങളെ നീ ഒന്നിനും കൊള്ളാത്തവനാ, നീ പോയി ചാക എന്നൊക്കെ പറയുന്ന ചില പേരൻസ് ഉണ്ട്. ആൻ അണ്ടർസ്റ്റാൻഡിങ്, പേഷ്യന്റ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഓൺ പാർട്ട് ഓഫ് ദ പേരൻസ്, ടീച്ചേഴ്സ്, ടുഗദർ വിത്ത് പ്രോപ്പർ ഗൈഡൻസ്. ഇങ്ങനെയുള്ള ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡും ക്ഷമയും അങ്ങനെയൊക്കെയുള്ളത് പേരൻസും ടീച്ചേഴ്സും ഒരു പ്രോപ്പർ ഗൈഡൻസും കൊടുത്തിട്ട് അവരെ കൂട്ടിപ്പിടിച്ച് നിർത്തുകയാണെങ്കിൽ അവര് കോൺട്രിബ്യൂട്ട് സ്ട്രോങ്ലി ഇൻ ഡെവലപ്പിംഗ് സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് ആത്മവിശ്വാസം വികസിക്കുന്നതിനും ഡെവലപ്പ് ആകുന്നതിനും പോസിറ്റീവ് സെൽഫ് ഇമേജ്, ഇമോഷണൽ സെക്യൂരിറ്റി, മാനസികപരമായിട്ടുള്ള സംരക്ഷണം, അഡ്ജസ്റ്റ്മെന്റ് ഇൻ സൊസൈറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ ഇൻ ദ ചൈൽഡ്. അതൊക്കെ കുട്ടികൾക്ക് സ്വയം ഒരു കൺട്രോളും അവര് അസംബടിയാണെന്നും അവർക്ക് സെക്യൂരിറ്റി വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. ഓക്കെ. അപ്പോ ഷാനില് പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് ലവ് ആൻഡ് സെക്യൂരിറ്റി, സ്നേഹവും അതുപോലെ തന്നെ സുരക്ഷയും കുട്ടികൾക്ക് കിട്ടും എന്നുണ്ടെന്ന് ഉറപ്പായാല് അവർക്ക് അതിന്റെ എന്താ പറയാ ധാരാളം ഗ്രോത്ത് ഉണ്ടാവും അതിനോടനുബന്ധിച്ച്. അതായത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾ നമ്മൾക്ക് എന്തുകൊണ്ട് മാറ്റാൻ കഴിയും? ലവ് ആൻഡ് സെക്യൂരിറ്റി കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും, അല്ലെ?
ചീത്തയായിട്ടുള്ള കുട്ടിയാണെങ്കിലും സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ വാത്സല്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ കുട്ടിയെ വീണ്ടും നല്ല രീതിയിൽ കൈപിടിച്ചുയർത്താനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. രണ്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ നല്ല രീതിയിൽ ഉയർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് എന്താണ് പറയുന്നത്? ഇവിടെ ഷോർട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? അതായത് ഒരു ചൈൽഡ്, ഒരു കുട്ടിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഇൻഡിപെൻഡൻസ് വേണം അല്ലെ. അതായത് അവന് സ്വാതന്ത്ര്യം കൊടുത്താലാണ് അവന്റേതായിട്ടുള്ള കഴിവുകൾ അവന് കണ്ടെത്താനായിട്ട് സാധിക്കുക, ധാരാളം വഴികളിലൂടെ അവന് സഞ്ചരിക്കാനായിട്ട് സാധിക്കുക, പുതിയ പുതിയ സ്കില്ലുകൾ അവന് കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പൊ എന്ത് വേണം? സ്വാതന്ത്ര്യം നമ്മള് കുട്ടിക്ക് കൊടുത്തിരിക്കണം. ഒരിക്കലും അവന് എന്ത് ചെയ്യരുത്? ഒരു മുറിക്കുള്ളില് ഒരിക്കലും തളച്ചിടാനായിട്ട് അനുവദിക്കരുത്. അവനെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക, അതിനനുസരിച്ച് അവന് ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വൺ, സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ്. ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാട്ടോ നിങ്ങൾ. എന്താണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് എടുത്തിട്ടൊന്ന് റീഡ് ചെയ്യുക. ഓക്കെ, സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ്. എന്താണ് സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് നമുക്ക് നോക്കാം. അതായത് ഒരു കുട്ടിയുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന്റെ വൈകാരികമായിട്ടുള്ള വികാസം, ഇമോഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചുറ്റുപാടും അല്ലെങ്കിൽ ഒരു നല്ലൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ എൻവയൺമെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അവന്റെ ചുറ്റുപാടും അല്ലെങ്കിൽ അവന്റെ സൊസൈറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റി ആയിരിക്കണം. എന്നാൽ മാത്രമാണ് കുട്ടിക്ക് അവന്റെ ഫിസിക്കലായിട്ടും മെന്റലും ആയിട്ടുള്ള ഹെൽത്തിന് അത് നല്ലതായി തീരുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടി കാണുന്നത്, ഒരു കുട്ടി വളർന്നു വരുന്ന ചുറ്റുപാടുകളുണ്ട്. ആ ചുറ്റുപാടുകളാണ് അവനെ നല്ലതാക്കുന്നതും മോശക്കാരനാക്കുന്നതും അല്ലെ. നമ്മുടെ സൊസൈറ്റിയിലോട്ടൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ധാരാളം എക്സാമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഒരു കുട്ടിയുടെ ചുറ്റുപാട് എന്താണോ അവന് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കുട്ടികൾ വളർന്നു വരിക. ഒരു കുട്ടി കാണുന്നത് വീട്ടിലെ വഴക്കുകളാണെങ്കിൽ, അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള കാര്യങ്ങളാണ് കുട്ടി കാണുന്നത്, അല്ലെങ്കിൽ വംശീയ എന്താ പറയാ, നമ്മൾ പറയില്ലേ എന്താ പറയാ കാസ്റ്റ് ബേസിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കുട്ടി കാണുന്നതെങ്കിൽ, പിന്നെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതായത് മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ആളുകള്, അല്ലെങ്കിൽ അക്രമാസക്തമായിട്ട് അറ്റാക്ക് മറ്റും അല്ലെങ്കിൽ കലഹങ്ങളൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകള്, അക്രമങ്ങളൊക്കെ ആണ് കുട്ടി കാണുന്നതെങ്കിൽ കുട്ടിയെ എന്ത് ചെയ്യും, അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ മോശമായിട്ട് അഫക്ട് ചെയ്യും. വയലൻസ് എന്ന് പറയുന്ന സ്വഭാവം കുട്ടിയിൽ എന്ത് ചെയ്യാം, അത് സൃഷ്ടിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ. ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട്ടില് എന്താണ് ഡെയിലി മദ്യപിച്ചു വരുന്ന ഒരച്ഛനെയാണ് കാണുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ നിന്ന് ആ കുട്ടി പഠിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ആ കുട്ടിയിൽ ഉണ്ടാവുക, ഒന്ന് ഷെയർ ചെയ്യാം.
എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡെയിലി മദ്യപിച്ച് വരുന്ന ഒരച്ഛൻ, അതിനെയാണ് കുട്ടി ഡെയിലി കാണുന്നത്. ആ കുട്ടിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക? അല്ലെങ്കിൽ ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാള് ആ കുട്ടിയുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അതും ആ കുട്ടിയിൽ ധാരാളം ചേഞ്ചസ് ഉണ്ടാക്കുക അല്ലെ? ഏതൊക്കെ ചേഞ്ചസ് ആയിട്ട് ഉണ്ടായിരിക്കുക ഒന്ന് പറയാമോ? സമീറ അബൂബക്കറെ ഒന്ന് ഷെയർ ചെയ്യാമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഡെയിലി മദ്യപിച്ച് വരുന്ന ഒരാളുള്ള വീട്ടിൽ ആ കുട്ടിക്ക് കൂടുതൽ പേടിയായിരിക്കും. അവിടെ കാണുന്ന തല്ലുപിടിയും ഇതൊക്കെ ആ കുട്ടീനെ ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കും. പിന്നെ എപ്പോഴും വീട്ടിലിരിക്കാൻ പേടിയായിരിക്കും. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിരിക്കും ആ കുട്ടിക്ക് തോന്നുന്നത്. അതെ, ചിലപ്പോ അത് ആ കുട്ടിക്ക് നല്ലത്, ഇനി ഭാവിയിൽ ആ കുട്ടി അങ്ങനെ ആവരുതെന്നൊരു തോന്നൽ വരും. ചിലപ്പോ ഇനി രണ്ട് രീതിയിൽ അഫക്ട് ചെയ്യാമെന്ന് പറയുന്നു. എന്നാലും കൂടുതലും എന്താണ് മോശമായിട്ടുള്ള രീതിയിലേക്ക് ആ കുട്ടി പോവാം. അതായത് അതെ കണ്ട് വളരുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കാണുമ്പോഴുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ആ കുട്ടി അത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ചില കുട്ടികൾ കേട്ടോ, ചില കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില കുട്ടികളുണ്ട്, നമുക്ക് റയർ ആയിട്ടേ കാണാൻ പറ്റും അങ്ങനത്തെ കുട്ടികളെ. അപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് വഴിതെറ്റി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇത് കണ്ട്, അതായത് ഡെയിലി അമ്മയെ തല്ലുന്നു, അല്ലെങ്കിൽ അച്ഛൻ മദ്യപിച്ച് വരുന്നു, എപ്പോഴും വീട്ടിൽ വഴക്ക്, ഒരു സമാധാനമില്ല, പഠിക്കാനുള്ള അന്തരീക്ഷം കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടിയുടെ പഠിത്തത്തെയും മോശമായിട്ട് ബാധിക്കാം, കുട്ടിയുടെ വളർച്ചയെയും എന്ത് ചെയ്യാം, അത് മോശമായിട്ട് ബാധിച്ചെന്ന് വരാം. കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോ ചില കേസിൽ ഇത് കുട്ടിക്ക് ഫ്രണ്ട്സിനോട് തുറന്നു പറയാൻ പറ്റില്ല, നാണക്കേട് കൊണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് തുറന്നു പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഈ ഇമോഷനൊക്കെ ഇരിക്കുകയാണ്. ഇത് ആരോടും കുട്ടിക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല, കുട്ടിക്ക് സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിലൂടെ വരാറുണ്ട്. അപ്പൊ അതൊരു വശമാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട്, അതായത് ഇങ്ങനെയുള്ള ധാരാളം കേസുകളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കേസുകളൊക്കെയാണത്. അതായത് ഡെയിലി മദ്യപിച്ച് വരുന്ന ഒരച്ഛൻ, അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാകുന്ന വഴക്കുകൾ, ഇതൊക്കെ കണ്ടിട്ട് ആ കുട്ടി അതിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ ഒരിക്കലും താൻ ഇങ്ങനെ ആകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്ന കുട്ടികളെയും നമ്മൾ കാണാറുണ്ട് അല്ലെ? അതായത് ആ ഒരു പാത ഫോളോ ചെയ്യരുത്, അച്ഛന്റെ പോലെ ആവരുത് താൻ ഒരിക്കലും. കുറെ കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, സൊസൈറ്റിയിൽ കുറെ കാര്യങ്ങൾ നേടാനുണ്ട്, അങ്ങനെയുമുള്ള കുഞ്ഞുങ്ങളുണ്ട്. എന്നിരുന്നാലും കൂടുതലും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു കാര്യം കണ്ട്, മദ്യപാനമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ആണെങ്കിൽ അത് കണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് എന്ത് ചെയ്യുക, ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് വളർന്ന് വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, കൊടുക്കാതിരിക്കുക, മോശമായിട്ട് ബാധിക്കും അത്. കാരണം വളർന്നു വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള, കാരണം നമ്മുടെ മോഡലായിട്ടാണ് എന്ത് ചെയ്യുക ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരിക അല്ലെ? പാരന്റ്സ് ആണ് എന്ത് ചെയ്യുക അവരുടെ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ പാരന്റ്സിനെ കണ്ടിട്ടാണ്, വീട്ടിലുണ്ടാകുന്നത് എപ്പോഴും വഴക്കാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, ആ കുട്ടി വളരെ ഡെസ്പാകും, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ വിഷമങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകും. അത് ആ കുട്ടിയുടെ പഠിത്തത്തിനെ മോശമായിട്ട് ബാധിക്കും. ആ കുട്ടി കൂടുതൽ ഇൻട്രോവേർട്ട് ആവും, സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള മടി കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, ഓരോ ഫാമിലീസും അല്ലെങ്കിൽ ഓരോ പാരന്റ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സൊസൈറ്റി നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റി കുട്ടിക്ക് നല്ലൊരു ഇതൊരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമാകും. അതല്ലെങ്കിൽ കുട്ടി വയലൻസിലേക്ക് പോകാനും കൂടുതലായിട്ട് ചാൻസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇൻഡിപെൻഡൻസ് പറഞ്ഞു, സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് പറഞ്ഞു, ലവ് ആൻഡ് സെക്യൂരിറ്റി പറഞ്ഞു. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം മിസ്സേ ഓക്കെ. ഓക്കെ ആണ്. ദെൻ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഈ കൺസെപ്റ്റ് വായിക്കണ്ട. ഹൈറാർക്കി ഓഫ് നീഡ്സ് വായിച്ചു കഴിയുമ്പോ ഒന്നും പറയാം കേട്ടോ.
റീഡ് ചെയ്തോ? ചെയ്തു മിസ്സേ. ഓക്കെ. അപ്പൊ ഇവിടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അഥവാ ആവശ്യങ്ങളുടെ ശ്രേണി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടോ, ഒരു ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഹൈറാർക്കി കണ്ടോ? ഞാനൊരു ഭിക്ഷക്കാരന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഓർമ്മയുണ്ടാവും? അതുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാട്ടോ നമുക്ക്. ഓക്കെ, ആ ഒരു ഹൈറാർക്കി എന്ത് ചെയ്യാം, ആ ഭിക്ഷക്കാരന്റെ കഥയുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും. അപ്പൊ എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് നോക്കാം. അതായത് കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളാണുള്ളത് അല്ലെ. ഇതിൽ ആദ്യത്തെയാണ് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്. അതായത് കുട്ടികൾക്ക് ഒരു മനുഷ്യന്, ഒരു കുട്ടിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മനുഷ്യനായിക്കോട്ടെ അതിജീവിക്കാനായിട്ട് എന്താവശ്യമാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആവശ്യമാണ് അല്ലെ. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? അതായത് പ്രാഥമിക ആവശ്യങ്ങൾ, പ്രൈമറി നീഡ്സ് എന്ന് പറയും. എന്തൊക്കെയാണ് പ്രൈമറി നീഡ്സിൽ വരിക? ഒരാളുടെ, ഒരു മനുഷ്യന്റെ പ്രൈമറി നീഡ്സ് വെള്ളം, ഭക്ഷണം വേണം, വെള്ളം വേണം, ഷെൽട്ടർ വേണം അല്ലെ. പിന്നെന്താണ്? ക്ലോത്ത്സ്, ഡ്രസ്സ് വേണം അല്ലെ. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയാ, അല്ലെങ്കിൽ പ്രൈമറി നീഡ്സ് എന്ന് പറയാ. ഒരു മനുഷ്യന് ഏറ്റവും ആദ്യം വേണ്ടത് അവന് ദാഹം അകറ്റാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവുമാണ്. അതാണ് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പ്രൈമറി നീഡ്സ് നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് എന്ത് വരിക? അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നീഡ് ഫോർ സെക്യൂരിറ്റി ആണ്. അതായത് സുരക്ഷാ ആവശ്യങ്ങള്. ഒരു കുട്ടിക്ക് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും കൊടുത്തു, ഇടാൻ ഡ്രസ്സ് കൊടുത്തു, താമസിക്കാൻ എന്താ പറയാ സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവന്റെ ആവശ്യങ്ങൾ അവിടെ തീരുന്നില്ല അല്ലെ. അവന് സെക്യൂരിറ്റി വേണം. താമസിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? അവന് സുരക്ഷ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? അവന് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ വീട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്യൂരിറ്റി ഹോം ആണ് അല്ലെ. അവിടെ നമുക്ക് എന്തുണ്ട്? നമ്മൾ ആരെയും എന്ത് ചെയ്യില്ല, അവിടെ കയറി ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളുടെ മഴയായാലും വെയിലായാലും തണുപ്പായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിനുള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കാം. ഓക്കെ, അപ്പോ രണ്ടാമത്തേതെന്ന് പറയുന്നത് നീഡ് ഫോർ സെക്യൂരിറ്റി ആണ്, സുരക്ഷയ്ക്കുള്ളതാണ് രണ്ടാമതായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടത്. ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ പ്രൈമറി നീഡ്സ് ആണെങ്കിൽ രണ്ടാമത് നീഡ് ഫോർ സെക്യൂരിറ്റി ആണ് വേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ നീഡ് ഫോർ ബിലോങ്ങിങ്നെസ് ആണ് വേണ്ടത്. അതായത് അവിടെ കുട്ടിക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? വാത്സല്യമാണ് കേട്ടോ. അതായത് വാത്സല്യം, സ്നേഹം, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക? കുട്ടികൾക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, then അടുത്തത് ഹോം, അതായത് കുട്ടിക്ക് നിൽക്കാൻ ഒരു ഷെൽട്ടർ കൊടുത്തു, അവിടെ സെക്യൂരിറ്റി ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് വാത്സല്യം കൊടുക്കണം, അല്ലെങ്കിൽ സ്നേഹമാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ ബഹുമാനം, നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. അതായത് അവിടെ കുട്ടിക്ക് എന്ത് വേണം? ബഹുമാനം വേണം, റെസ്പെക്ട് കിട്ടണം. ഇപ്പൊ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവനെ ആരും ഒഴിവാക്കാൻ പാടില്ല അല്ലെ. അവന് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ എന്ത് കൊടുത്തിരിക്കണം? കുട്ടിയാണെങ്കിൽ കൂടിയും അവന് റെസ്പെക്ട് കൊടുക്കണം. അത് കൂടുതൽ അവനെ ആത്മവിശ്വാസം അല്ലെങ്കിൽ അവനിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോ റെസ്പെക്ട് വേണം, അതുപോലെ തന്നെ അവന് ചില റൈറ്റ്സ് വേണം, അവകാശങ്ങളും വേണം. ഓരോന്ന് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവന് കൂടുതൽ സ്കില്ലുകൾ അവന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, then last one സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. അതായത് ഏറ്റവും ലാസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജില് അവന് സ്വയം പര്യാപ്തം അല്ലെങ്കിൽ എന്താ പറയാ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് മനുഷ്യൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക? പൂർണ്ണതയിലേക്ക് എത്തുക. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭിക്ഷക്കാരന്റെ കഥയുമായിട്ടൊന്ന് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളൊന്ന് റിലേറ്റ് ചെയ്തേ ഇതിനെ ഭിക്ഷക്കാരന്റെ കഥയുമായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. മിണ്ടാതിരിക്കരുതിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ആക്റ്റീവ് ആവുക.
ഭിക്ഷക്കാരന്റെ കഥ മറന്നുപോയോ? ഒന്ന് റിലേറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു നീഡ്സ് ഓഫ് ഹൈറാർക്കി കിട്ടുന്നതാണ് കേട്ടോ. ഉഷാനിലിനെ പിടികിട്ടിയോ? ഉഷാനിലെ മിസ്സേ, കഥ ഞാൻ മറന്നുപോയി. കഥ മറന്നുപോയല്ലേ? ആർക്കാണ് കഥ ഓർമ്മയുള്ളത്? സമീറക്ക് കഥ ഓർമ്മയുണ്ടോ? യെസ് മിസ്. ഒന്ന് relate ചെയ്തേ. ഭിക്ഷക്കാരൻ പറഞ്ഞ ഒരാളുടെ പേഴ്സ് കിട്ടിയിട്ട് അത് തിരിച്ചു കൊടുക്കുന്ന കഥയല്ലേ. അപ്പൊ ഭിക്ഷക്കാരന് ആദ്യം കുടിക്കാനോ വെള്ളമോ ഭക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തപ്പോ അയാള് ആ മില്യനയർ ഇയാളെ കൊണ്ടുപോയി ആദ്യം തന്നെ ഫുഡും വെള്ളമൊക്കെ കൊടുത്തു. അപ്പൊ അയാളുടെ പ്രൈമറി നീഡ്സ് അവിടെ കിട്ടി, നല്ല വസ്ത്രമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നീഡ് ഫോർ സെക്യൂരിറ്റി ആയിട്ട് അയാൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുത്തു. അവിടെ അയാൾക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. പിന്നെ അയാൾക്ക് സ്നേഹം കിട്ടി. ഇയാൾക്കുള്ള ആവശ്യങ്ങൾ ഉള്ള എല്ലാ സാധനങ്ങളും അയാൾ കൊടുത്തിരുന്നു. അതുപോലെ സ്നേഹവും കിട്ടിയപ്പോ പിന്നെ അയാൾക്ക് ജോലി വാങ്ങി ഓഫീസിൽ ഒരു ജോലി കൊടുത്തപ്പോ അയാള് പൂർണ്ണതയിലെത്തി. അയാൾക്ക് പിന്നെ ഇനി അവിടെ ഭാവിയിലെല്ലാം സുരക്ഷ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടിട്ട് അയാൾക്ക് പറ്റി. പൂർണ്ണതയിൽ എത്തുന്നത് ജോലി കൊടുത്തപ്പോ അത്രയുള്ള അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി. അയാൾ ബിസിനസ് തുടങ്ങിയില്ലേ വേറെ. സ്വയം പൂർണ്ണതയിലേക്ക് അയാൾക്ക് സെൽഫ് ആക്ച്വലൈസേഷനിലേക്കാണ് അദ്ദേഹം ലാസ്റ്റ് എത്തിയത്. അതായത് ഒരു മനുഷ്യൻ പരിപൂർണനാകുന്നതാണ് എന്ത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു കുട്ടി വളർന്ന് അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ നേടി, അവന് വാത്സല്യം കിട്ടി, സ്നേഹം കിട്ടി, ഓരോ സ്റ്റെപ്പ് അവൻ കയറുമ്പോഴും അറ്റ് ലാസ്റ്റ് അവന്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നുവോ അവിടെയാണ് ആ മനുഷ്യൻ പൂർണ്ണതയിൽ എത്തുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് ഇതൊന്ന് റിലേറ്റ് ചെയ്യാം. നിങ്ങൾ ചെറുപ്പത്തിൽ വളർന്നു വന്ന സാഹചര്യം, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി, നിങ്ങളുടെ പ്രൈമറി നീഡ്സ് നിറവേറിയിട്ടുണ്ടോ, നിങ്ങൾക്ക് സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്നേഹം കിട്ടിയിട്ടുണ്ടോ, അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, അച്ചീവ് ചെയ്തവർ എത്ര പേരുണ്ട്, ഇനി എന്താ പറയാ ചെയ്യാൻ പോകുന്നവർ എത്ര പേരുണ്ട്, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാനത് നമ്മുടെ MT1 കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ആ കുട്ടികൾ ഇത് പറഞ്ഞപ്പോ കണ്ണ് നിറഞ്ഞാണ് ക്ലാസ് അവസാനിച്ചത്. സത്യമായിട്ടും അതെ, ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ഒരു കുട്ടി, പാലക്കാടുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള ആ കുട്ടി വളർന്നു വന്ന സാഹചര്യം, ആ കുട്ടിയുടെ എന്താ പറയാ സങ്കടങ്ങള്, സന്തോഷങ്ങള്, ഇപ്പൊ ആ കുട്ടി എത്തി നിൽക്കുന്ന സ്റ്റേജ്, ഇത് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ ഇപ്പൊ ആ കുട്ടി നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ആ കുട്ടിയുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്തെന്നാണ് പറയുന്നത്. അന്ന് എനിക്കത് മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ഭിക്ഷക്കാരന്റെ കഥയെ ഈ ഇതുമായിട്ട് ഹൈറാർക്കിയുമായിട്ട് കമ്പയർ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ നിങ്ങളുടെ കഥയായിട്ട് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ ചെയ്യാട്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ഒന്ന് നിങ്ങളെ സെൽഫ് ആക്ച്വലൈസേഷൻ ആ നീഡ്സിലേക്ക് എത്തിയോ, എവിടെയാണ് നിങ്ങളുടെ സ്റ്റേജ് ഇപ്പൊ നിൽക്കുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമാണ്, നിങ്ങളെ കുറിച്ച് പറയാനുള്ള ഒരു അവസരമാണ് ഞാൻ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ വന്ന വഴികളിൽ നിങ്ങൾക്ക് പലരുടെയും സഹായം കിട്ടിയിട്ടുണ്ടാവാം, പല സങ്കടങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടാവാം, പല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾ നേടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇനി നിങ്ങൾ നേടാനുള്ള ലക്ഷ്യങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം. ഇതൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒരാള് ആദ്യം ഒന്ന് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർ അതിന്റെ പിന്നാലെ വന്നോളൂ കേട്ടോ.
ആരും റെഡി അല്ലേ പറയാനായിട്ട്? ഞാൻ പേര് വിളിക്കണോ ഇനി? പേര് വിളിക്കണോ? കുഷാനില് പറയാവോ? പറയാം മിസ്സേ. പിന്നെ എന്താണ് മിണ്ടാതിരിക്കുന്ന ഇങ്ങനെ? മിണ്ടാതിരിക്കാൻ പാടില്ലല്ലോ. മിസ്സേ, എന്റെ വീട് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിൽ അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ദാരിദ്ര്യമൊക്കെ ഉള്ള കാലങ്ങളാണ്. എന്റെ അച്ഛൻ അങ്ങ് ശ്വാസം മുട്ടലായിട്ട് തീരെ വയ്യാതായിപ്പോയി. അമ്മ പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി കണ്ടമൊക്കെ ഉണ്ട്, അവിടെ പോയി പണി ചെയ്തും മറ്റുള്ളിടത്ത് പോയി അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വളർത്തിയത്. എന്നാലും അമ്മ ശരിയാണ്, ഭക്ഷണം ഒരു ദിവസം ഒരു നേരമൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു പഠിച്ചു. പക്ഷെ എന്നാലും അമ്മയുടെ കൂടെ പോകുന്ന പെണ്ണുങ്ങളൊക്കെ പറയും, എന്തിനീ മക്കളെ ഇങ്ങനെ, ഞങ്ങൾ 3-4 പേരാണ്, മക്കളെ എന്തിനിങ്ങനെ കോളേജിൽ വിട്ടിട്ട് നിങ്ങൾ ഈ വടിയും കുത്തിപ്പിടിച്ച് വയ്യാത്ത കാലത്ത് കണ്ടത്തിലൊക്കെ നടക്കുക, നിങ്ങളുടെ മക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി പണി ചെയ്യിക്കാൻ പറയാം. അപ്പൊ എന്റെ അമ്മ പറയില്ല, എന്റെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്, നല്ല കഴിവുള്ളവരാ, അവരെ അങ്ങനെ വിടില്ല. അങ്ങനെ ഞങ്ങൾ 4 പേരും 4 സ്ഥലത്ത് പോയാ പഠിച്ചത്. കുട്ടനാട്ടിൽ നിന്ന് ബോട്ടിന് 2 മണിക്കൂർ ഇരുന്നാണ്, ആലപ്പുഴയിലാണ് ഞാൻ ഡിഗ്രി ഒക്കെ എടുത്തത്. എന്റെ അനിയൻ പിന്നെ എന്നതാ NSS കോളേജ് ചങ്ങനാശ്ശേരി പോയി, ചേച്ചി എഞ്ചിനീയറിങ്ങിന് കോട്ടയം. അങ്ങനെ 4 പേരും അവിടെ ഇവിടെയൊക്കെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം ഈ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഡോക്ടറുടെ മകളായിരുന്നു ഞങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോൾ. അവളുടെ കല്യാണം നാഗാലാൻഡിലാണ് ഉണ്ടായത്. അവിടെ നാഗാലാൻഡ് ബാങ്ക് ജോലിയുള്ള അവർ നല്ല കാശുള്ളവരാണ്. അവിടാണ് അവളപ്പം എന്റെ കരച്ചിൽ എപ്പോഴും കണ്ട് 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 അവള് പറഞ്ഞെന്നാ നീയും കൂടെ വാടി, നമുക്ക് അവിടെ പോയി നോക്കാം എവിടെങ്കിലും ജോലിക്ക് കയറാവോന്ന്. അങ്ങനെ ഞാൻ അവളുടെ കൂടെ പോയി നാഗാലാൻഡിൽ ചെന്നു. ഒരു ഇന്റർവ്യൂവിന് തന്നെ ഞാൻ ജോലിക്ക് ഒരു പ്രൈവറ്റ് സ്കൂളിൽ കയറി, അവിടെ ജോലിയായി. അന്നേരം പിന്നെയുള്ള കാലങ്ങള് പിന്നെ ഞാൻ അവിടെ നിന്ന് അന്നൊക്കെ 1000 രൂപ ഭയങ്കര വലുതാണ്. അത് ഞാൻ അയച്ചു കൊടുത്തു. അമ്മയുടെ ദാരിദ്ര്യമൊക്കെ മാറി. അത് 1700 രൂപ ഉണ്ട് ഒരു മാസത്തെ കാര്യങ്ങൾ. ഒരു 10-30 വർഷം മുന്നോട്ടുള്ള കാലമാണ്. അപ്പം അന്നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഓടി. പിന്നെ അനിയന്റെ പഠിത്തത്തിന് സഹായിച്ചു, എന്റെ ചേച്ചി എല്ലാരെയും സഹായിച്ച് അവരൊക്കെ എല്ലാരും ഒരു നിലയിലെത്തി. അങ്ങനെ ഞാനും അവിടെ നിന്നു. കുറച്ച് ഒരു 6 വർഷം കഴിഞ്ഞപ്പം അവിടെ തന്നെ ജോലിയുള്ള ഒരാളെ കെട്ടി. ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ എന്നെ പോലെ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങള് കല്യാണം അവിടെ വെച്ച് തന്നെ കല്യാണം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ കൂടി ഒരു ചെറിയ സ്കൂള് ഓപ്പൺ ചെയ്തു. ആ സ്കൂള് ഇന്നിപ്പം വളർന്ന് പന്തലിച്ച് വലിയൊരു സ്കൂളായിട്ട് റണ്ണ് ചെയ്യുന്നു. എനിക്കപ്പം ലോവർ സെക്ഷനിലെ ഇൻചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മോണ്ടിസോറി കോഴ്സ് ഒന്ന് പഠിച്ചിട്ട് ആ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഇതിൽ ചേർന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ സെറ്റപ്പാണ്. മോളിപ്പോ UK ജോലിയാണ്. മോൻ കോഴിക്കോട് പ്രീ വൊക്കേഷണൽ പഠിക്കുവാണ്. ഇപ്പൊ ഞങ്ങളെല്ലാം സെറ്റപ്പായി. പക്ഷെ ഭയങ്കര ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നാണ് ഇപ്പം ഇങ്ങനെ ഒരു ലെവലിൽ എത്തിച്ചേർന്നു. മതിയോ? മതി ധാരാളം. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു നമ്മുടെ നീഡ്സ് ഓഫ് ഹൈറാർക്കിനെ നമ്മളൊന്ന് നമ്മുടെ ലൈഫുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഇനി ആരാ പറയുന്നേ? ഉഷാനിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. വളരെ എന്താ പറയാ, തീരെ താഴ്ന്ന നിലയിൽ നിന്ന് ഇപ്പോ എന്താ പറയാ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഉഷാനിൽ ഇപ്പോൾ ഉള്ളത് അല്ലെ. അതുപോലെ നിങ്ങൾക്കും ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവും. ഒന്ന് ഷെയർ ചെയ്യാമോ? സമീറ, ആരുമില്ല? സമീറ, അങ്ങനെ പറയാനായിട്ട് എനിക്കറിയില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പേരൻസ് എല്ലാ നിലയിലും നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയേക്കുന്നത്. നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഞാൻ അവർക്ക് തന്നേനൊന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും സാധിച്ചിട്ടുണ്ടോന്ന് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. ഗോൾസ് ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട്. അതെ. അപ്പൊ അതിനകത്തോട്ട് ആ ഒരു യാത്ര അങ്ങോട്ട് പോട്ടെ.
കേട്ടോ? ഓക്കെ. അതെ. ഞാൻ നിർബന്ധിക്കുന്നില്ല, ചില ആളുകൾക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്നില്ല. ഇപ്പൊ ഒരാൾ പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളം കേട്ടോ. അപ്പൊ ഇതുമായിട്ട് മുന്നോട്ട് പോവുക. അതായത് ഗോൾസ് ഒക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഒരു നീറ്റ് കൺസെപ്റ്റ് ആണ്. ഈ നീറ്റ് കൺസെപ്റ്റ് ഞാനിവിടെ എടുക്കുന്നില്ല, പകരം നിങ്ങൾ ഇത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഞാൻ ടോപ്പിക് ക്ലാസ് കഴിഞ്ഞ് അപ്പൊ തന്നെ ഇട്ടേക്കാം. ടോപ്പിക് ഇതാണ്, എക്സ്പ്ലെയിൻ ദ നീറ്റ് കൺസെപ്റ്റ്. അതായത് നിങ്ങൾ നീറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ഒരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? നിങ്ങൾ അസൈൻമെന്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുക്കുന്നില്ല കേട്ടോ, നീറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഷയം ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ് ആയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുക. വായിക്കുക, നന്നായിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം എന്താണ് മനസ്സിലായതെന്ന് അസൈൻമെന്റ് ആയിട്ട് എഴുതിയതിനു ശേഷം ഒന്ന് സബ്മിറ്റ് ചെയ്യുക. അതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ, അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്, അതും കൂടി ചേർക്കുവാണെങ്കിൽ നല്ല നമുക്കൊരു എന്താ പറയാ നല്ലൊരു ഇതായിട്ട് കിട്ടും അത് കേട്ടോ. അപ്പൊ അങ്ങനെയും കൂടി ചേർത്തിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ പറഞ്ഞ കാര്യത്തില്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഒരു 1.5 പേജ് ഉള്ളൂ, അത്രേ ഉള്ളൂ, 1.5 പേജ് ഒന്നേ ഉള്ളൂ. അതൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. എല്ലാവരും ചെയ്യില്ലേ? ചെയ്യാം മിസ്സേ, ചെയ്യാം. ഷുവർ. ചെയ്യണം കേട്ടോ. അപ്പോ ഡേറ്റ് നെക്സ്റ്റ് ബുധനാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വെനസ്ഡേ. അസൈൻമെന്റ്, എക്സ്ക്യൂസ് മീ മിസ്, അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നിടത്തോട്ടാണോ ചെയ്യണ്ടേ? അതെ അതെ, നിങ്ങൾ എങ്ങനെയാണോ അസൈൻമെന്റ് ഗൂഗിൾ ക്ലാസ് റൂമിലല്ലേ ഇടുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്? അവിടെ തന്നെ ആണല്ലോ അല്ലേ? അവിടെ തന്നെയാണ്. ഓക്കെ മിസ്. നിങ്ങൾക്ക് ഞാൻ ഇതുവരെ അസൈൻമെന്റ് ഒന്നും തന്നിട്ടില്ലല്ലോ, ആക്ടിവിറ്റി ഒന്നും തന്നിട്ടില്ലല്ലോ? ഇതാണ് ഫസ്റ്റ് അസൈൻമെന്റ് കേട്ടോ. അതൊന്ന് ചെയ്യാം. നീറ്റ് കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? നീഡ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നിങ്ങൾക്ക്? ഒന്ന് ഷോർട്ടായിട്ട് പറയാമോ? അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈ ടോപ്പിക് ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഷാനിലിന് മനസ്സിലായത് ഇതിന്ന്? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വായിച്ചതിലൂടെ? മിസ്സേ, ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടായി. ഇത് ഭയങ്കര വാസ്റ്റ്, അപ്പൊ മൊത്തമായിട്ട് പറയണോ? മൊത്തമായിട്ട് പറയേണ്ടത് ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ മതി. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അത് എനിക്കൊരു ഇച്ചിരി പാട് വരുന്നു മിസ്സേ. പാട് വരുന്നു? അന്ന് സാരമില്ല, കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ കുറെ കാര്യങ്ങൾ പതിഞ്ഞില്ലേ ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോ? എല്ലാവരും ഞാൻ ഒരാളെയും കൂടി വിളിക്കട്ടെ കേട്ടോ. സാബി ഷമീർ. സാബി ഷമീർ. യെസ് മിസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾക്ക് എന്താ വായിച്ചപ്പോ അല്ലെങ്കിൽ ഇത് പഠിച്ചപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് സാബി ഷമീറിന് മനസ്സിലായത്? ഇതിൽ നിന്ന് നമ്മളിപ്പോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കുക, അവരോടുള്ള ലവ്, സെക്യൂരിറ്റി, അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊരു കുട്ടിയെ കണ്ടാൽ അറിയാം അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത്. അപ്പൊ ആ കുട്ടികളിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പേഴ്സണലായിട്ട് വിളിച്ച് അവരോട് സംസാരിച്ച് അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുകൾ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഫിയർ, അവർക്ക് എന്തെങ്കിലും ഭയങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ദേഷ്യം,
അതെല്ലാം മനസ്സിലായിട്ടുള്ളത്. പിന്നെ അവർക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടോ, പിന്നെ അവർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു ഇടം, പിന്നെ അവർക്ക് വാത്സല്യം കൊടുക്കുക, റെസ്പെക്ട് കൊടുക്കുക, അവരുടെ റൈറ്റ്സുകൾ അവകാശങ്ങളൊക്കെ നിറവേറ്റുക, പിന്നെ അവർക്ക് പൂർണ്ണതയിൽ എത്താനായിട്ട് സാധിക്കുക, ഇതെല്ലാം. ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ പാർട്ട് 3-ലെ ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക എല്ലാവരും വരുമ്പോ. നമുക്കത് ക്ലാസ് റൂമിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണെന്ന് കേട്ടോ. യൂണിറ്റ് 9 ആണ് ടെൻഡൻസീസ് ഓഫ് മാൻ, പാർട്ട് 3. ഞാൻ അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നയൻത് യൂണിറ്റ് ഇതില് ഡിഫറൻസ് മെക്കാനിസംസ് ആണ് കാണുന്നത്. പാർട്ട് 3-ലാണ്. പാർട്ട് ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് എടുത്തിട്ടില്ലേ? എടുത്തില്ല? അന്ന് ഞാൻ നോക്കട്ടെ. എടുത്തില്ല മിസ്, എടുത്തില്ല. എടുത്തിട്ടില്ല. ഓക്കെ, അത് ചിലപ്പോ ആതിര മിസ് എടുക്കുമായിരിക്കും കേട്ടോ. വേറെ യൂണിറ്റ് വേറെ ഇതെവിടാ മിസ്? ടെനൻസീസ് ഓഫ് ഒരാള് പറയൂ, ഷാനില് പറഞ്ഞേ. ടെനൻസീസ് ഓഫ് മാൻ യൂണിറ്റ് 9 എന്ന് പറഞ്ഞു. യൂണിറ്റ് 9-ൽ അതില്ലല്ലോ മിസ്സേ. പാർട്ട് 3-ലാണ്. പാർട്ട് 3. ഓ അച്ഛാ. ശരി. ജിഷാമിസ് എടുക്കുന്ന പാർട്ടില്ലേ നിങ്ങൾക്ക്, അതിന്റെ കൂട്ടത്തിൽ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. Thank you so much, miss. Thank you.